പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വ്യവസായ സംഘടനയായ സ്വിസ്മെമും അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയും 3 വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. ചൊവ്വാഴ്ച ബേണിൽ നടന്ന സ്വിസ്മെം വ്യവസായ ദിനത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ഇന്ത്യൻ സ്വിസ് കമ്പനികൾ തമ്മിലുള്ള മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ, സാങ്കേതിക കൈമാറ്റം, നിക്ഷേപ അവസരങ്ങൾ എന്നിവയ്ക്കായി ഇത് ഒരു സമഗ്ര ചട്ടക്കൂട് സ്ഥാപിക്കുന്നു. അതേസമയം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര സ്വീഡനിലേക്കാണ്. വ്യാപാരാവസരങ്ങൾ, നിക്ഷേപ സാധ്യതകൾ, സാമ്പത്തിക നയങ്ങൾ, ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന വിദേശ വ്യാപാര നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക വിപണി വിവരം കൈമാറാൻ കരാർ ഇരു രാജ്യങ്ങളെയും പ്രാപ്തമാക്കുന്നു. ഇന്ത്യൻ സ്വിസ് കമ്പനികൾ തമ്മിലുള്ള സാങ്കേതിക കൈമാറ്റ സംരംഭങ്ങൾക്കും സംയുക്ത സംരംഭങ്ങൾക്കും ഈ പങ്കാളിത്തം സഹായകമാകും. പ്രത്യേകിച്ച് സ്വിസ്മെം അംഗങ്ങൾ മികവ് പുലർത്തുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സഹകരണം ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 20% കുറഞ്ഞു. അഫ്ഗാൻ, ബംഗ്ലാദേശ്, മാലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റക്കാരിൽ അധികവും. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ക്രമരഹിത കുടിയേറ്റക്കാരുടെ എണ്ണം വർഷത്തിലെ ആദ്യ 5 മാസങ്ങളിൽ 20% കുറഞ്ഞുവെന്ന് യൂറോപ്യൻ യൂണിയന്റെ അതിർത്തി ഏജൻസി ഫ്രോണ്ടെക്സ് ബുധനാഴ്ച അറിയിച്ചു. ഈ വർഷം ആകെ 63,700 കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി വാർസോ ആസ്ഥാനമായുള്ള ഫ്രോണ്ടെക്സ് പറഞ്ഞു. കുടിയേറ്റക്കാരിൽ അധികവും അഫ്ഗാൻ, ബംഗ്ലാദേശ്, മാലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും കണ്ടെത്തി. പടിഞ്ഞാറൻ ബാൽക്കണിയിലും പടിഞ്ഞാറൻ ആഫ്രിക്കൻ റൂട്ടിലും കിഴക്കൻ മെഡിറ്ററേനിയനിലും ക്രമരഹിതമായ ക്രോസിംഗുകളിൽ ഏറ്റവും വലിയ കുറവ് കാണപ്പെട്ടു. ബെലാറസിൽ നിന്നും പോളണ്ടിലേക്കും ബാൾട്ടിക്സിലേക്കുമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ 7% കുറവ് രേഖപ്പെടുത്തിയതായി ഫ്രോണ്ടെക്സ് പറഞ്ഞു. എന്നാൽ മധ്യ മെഡിറ്ററേനിയൻ കടന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ 7% നേരിയ വർധനവുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. US വിസ ദുരുപയോഗം അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും മുന്നറിയിപ്പ്. യാത്രക്കാർ വിസ ദുരുപയോഗം ചെയ്യരുതെന്നും US എംബസി അറിയിച്ചു. നിയമാനുസൃത യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നത് അമേരിക്ക തുടരുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായ പ്രവേശനമോ വിസ ദുരുപയോഗമോ അനുവദിക്കില്ലെന്ന് US എംബസി പ്രസ്താവിച്ചു. ന്യൂയോർക്ക് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലെ US എംബസി ചൊവ്വാഴ്ച യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. നിയമവിരുദ്ധമായ പ്രവേശനം, വിസ ദുരുപയോഗം അല്ലെങ്കിൽ US നിയമലംഘനം എന്നിവ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് എംബസി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികൾ യാത്രയ്ക്ക് മുൻപ് തൊഴിലുടമകളിൽ നിന്ന് എക്സിറ്റ് പെർമിറ്റ് നേടണമെന്ന് കുവൈറ്റ്. നിർദ്ദേശം ജൂലൈയിൽ പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾ കുവൈറ്റ് വിടുന്നതിന് മുൻപ് അവരുടെ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകളിൽ നിന്ന് എക്സിറ്റ് പെർമിറ്റ് നേടണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ടുള്ള മന്ത്രിതല സർക്കുലർ ആഭ്യന്തരമന്ത്രിയായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുറപ്പെടുവിച്ചു. ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ വ്യക്തമാക്കി. ജൂലൈ 1 മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. സഹേൽ ആപ്പ്, ആഷൽ മാൻപവർ പോർട്ടൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾ വഴി എക്സിറ്റ് പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. ഒരു തൊഴിലാളി അപേക്ഷിച്ചു കഴിഞ്ഞാൽ സഹേൽ ബിസിനസ് ആപ്പ് അല്ലെങ്കിൽ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സ്വകാര്യ കമ്പനികൾക്കായി നിയുക്തമാക്കിയ ആഷൽ പ്ലാറ്റ്ഫോം വഴി തൊഴിലുടമ അത് അംഗീകരിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രക്ഷോഭം കലാപമായി മാറിയാൽ സൈന്യം ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാർ രാജ്യത്തെ വെറുക്കുന്നവരാണെന്നും സുരക്ഷാസേനയെ എതിർക്കാൻ ശ്രമിച്ചാൽ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. പ്രക്ഷോഭം കലാപമായി മാറിയാൽ ഇത് അടിച്ചമർത്താൻ സായുധ സേനയെ ഉപയോഗിക്കാൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന കലാപ നിയമം ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രക്ഷോഭം തുടരുന്ന ലോസ് ആഞ്ചൽസിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള കമാൻഡോ വിഭാഗമായ മറൈനുകളെ വിന്യസിച്ച നടപടിയെ ട്രംപ് ന്യായീകരിച്ചു. അതേസമയം പ്രതിഷേധം ശക്തമായ ലോസ് ആഞ്ചൽസിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭക്കാർക്കെതിരെ വരും ദിവസങ്ങളിലും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.